ഏറ്റവും വലിയ അക്രമകാരി ആരാണ് എന്ന് അള്ളാഹു ഖുർആനോട് ചോദിക്കുകയാണ്. വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ്, അള്ളാഹുവിന്റെ പള്ളിയെ തടയുന്നവരെക്കാൾ വലിയ അക്രമി ആരാണ്? ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും പറയുന്നു അള്ളാഹു അങ്ങനെ ചോദിച്ചാൽ അതിന് മറുപടി അവരാണ് ഏറ്റവും വലിയ അക്രമകാരികൾ എന്നാണ്. എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് രാഷ്ട്രീയത്തിന്റെ അടിമത്തം കയറി വന്നപ്പോൾ ഈ കൂട്ടർ അക്രമകാരികളായി അല്ലാതെ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിനെ പരിശോധിക്കണമെന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. ഇന്ത്യ രാജ്യത്ത് ബാബരി മസ്ജിദ് തകർത്തു, ആസൂത്രിതമായി തകർത്തു, അഹങ്കാരത്തോടുകൂടി തകർത്തു. ഗവൺമെന്റ് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തു. 32 വർഷങ്ങൾക്ക് മുമ്പ് 1992 ഡിസംബർ 6 ഞായറാഴ്ച ഒരു പകല് കൊണ്ട് ഒരു വലിയ കെട്ടിടം, ഒരു വലിയ മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കുന്നത് വരെ ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ കീഴിലുണ്ടായിരുന്ന പട്ടാളം ആ അക്രമകാരികൾക്കെതിരെ ഒരു വെടി ഉതിർത്തില്ല എന്ന് മാത്രമല്ല, അതേ യുപിയിലെ ഒരു പള്ളി, ആ പള്ളിക്ക് മുകളിൽ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുകയും സർവേ നടത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് തടയാൻ വന്ന പള്ളിയുടെ അവകാശികളായ 6 മുസ്ലിമീങ്ങളെ വെടിവെച്ചു കൊന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ പ്രസംഗം നിങ്ങളോട് പറയുന്നത്. പക്ഷേ നമ്മുടെ മനസ്സുകൾ ഏതൊക്കെയോ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണയപ്പെടുത്തിയത് കൊണ്ട് നാം പറഞ്ഞു തുടങ്ങി ഒരു പള്ളിയുടെ കാര്യമല്ലേ, ഒരു പള്ളിയുടെ കാര്യമല്ലേ. ചിലപ്പോൾ എന്റെ മുന്നിലുള്ള അല്ലെങ്കിൽ ഈ പ്രസംഗം കേൾക്കുന്ന പലർക്കും ഈ പ്രസംഗം അത്ര ദഹിക്കില്ല. ഇപ്പോഴും ബാബരി വിടാൻ നിങ്ങൾക്ക് സമയമായില്ലേ എന്നാണ്. ഇല്ല സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് തന്ന പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഇൻഷാ അല്ലാഹ് ഇന്ത്യയിൽ പുലരും. അപ്പോഴാണ് ഈ പരിശുദ്ധ ഖുർആൻ മുഅ്ജിസത്താവുന്നത്. അതുകൊണ്ട് ഒരു പള്ളിയല്ല എന്ന് പറഞ്ഞ് അതിന്റെ വിഷയം തൽക്കാലം മാറ്റിവെക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അക്രമകാരികളോടൊപ്പമാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ അല്ലാഹു പറയുന്നു, ലാ തർക്കനൂ ഇലല്ലദീന വലമൂ, അക്രമകാരികളിലേക്ക് നിങ്ങൾ ചാഞ്ഞു പോകരുത്, ചരിഞ്ഞു പോകരുത്. നിങ്ങളെ നരകം പിടികൂടുക തന്നെ ചെയ്യും. നിങ്ങൾ നരകത്തിലാണ് അല്ലാഹു പറയാം. അതുകൊണ്ട് നമുക്ക് സമാശ്വസിക്കാം, പ്രതീക്ഷിക്കാം. ഇല്ല, ഞങ്ങളുടെ മനോനഗരങ്ങളിൽ പ്രാർത്ഥനയായി, പ്രതീക്ഷയായി ബാബരി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ തകർക്കപ്പെട്ട മുഴുവൻ പള്ളികളും ഞങ്ങളുടെ മനോനഗരങ്ങളിൽ ഉണ്ടാകും. അത് ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു ഞങ്ങൾക്ക് തന്ന പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ അടിവരയിടുകയാണ് അല്ലാഹു. ലഹും ഫിദ്ദുനിയാ ഹിജ്ജ്, അക്രമകാരികൾക്ക് അന്ന് എന്നാണോ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ഇന്ത്യയിലെ പള്ളികൾ തൽസ്ഥാനത്ത് അന്നത്തെ ഗവൺമെന്റ് പടുത്തുയർത്തുന്നത്, അപ്പോൾ ഈ അക്രമിക്കൂട്ടത്തിന് നിന്ദത ഈ ദുനിയാവിലുണ്ടാവും. അത് കാണും ഈ തലമുറ അല്ലെങ്കിൽ അടുത്ത തലമുറ. അപ്പോഴാണ് ഈ പരിശുദ്ധ ഖുർആൻ പ്രസക്തമാകുന്നത്.